ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് പ്രചോദനം ഓപ്പറേഷൻ സിന്ദൂരോ? ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടന്നത് മുതൽ സമൂഹമാധ്യമങ്ങളിൽ അടക്കം ചർച്ചയായത് ഇതാണ്. കൃത്യമായ ആസൂത്രണത്തിലൂടെ പാകിസ്ഥാനെതിരെ ഭാരതം വിജയഭേരി മുഴക്കിയപ്പോൾ സമാനമായ പ്ലാനിങ്ങും നടത്തിപ്പുമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയണും കണ്ടത്. 23 മിനിറ്റ്, 9 ഭീകര കേന്ദ്രങ്ങൾ, 100ഓളം ഭീകരർ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്കെതിരെ ലോകത്തിന് ഭാരതം നൽകിയ പാഠം. മിനിറ്റ്, 200 പോർ വിമാനം, 100 കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഇറാന് ഇസ്രായേലിന്റെ താക്കീത്. പുലർച്ചെയായിരുന്നു 2 ആക്രമണങ്ങൾ. ഇന്ത്യൻ സമയം 1:05 മുതൽ 1:28 വരെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം. ഇറാൻ സമയം പുലർച്ചെ 3 മണി മുതൽ 4:18 വരെയായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലൈനിനായി ഇസ്രായേൽ തെരഞ്ഞെടുത്ത സമയം. 5 ഘട്ടമായുള്ള ആക്രമണമാണ് ഇറാനിൽ നടന്നത്. 200-ലേറെ ഇസ്രായേൽ പോർ വിമാനങ്ങളാണ് ആക്രമണത്തിൽ അണിനിരന്നത്. ടെഹ്റാൻ, തബ്രിസ്, ഇസ്ഫഹാൻ, കിർമൻഷാ എന്നീ പ്രധാന നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയമായ നറ്റാൻസ് ആണവ കേന്ദ്രത്തിൽ അടക്കമായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും റഡാറുകളും ആക്രമണത്തിൽ തകർന്നു. ഇറാൻ സായുധ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർ ആസ്ഥാനത്ത് സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. പിടിച്ചു നിൽക്കാൻ ഇറാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം ഇസ്രായേൽ പരാജയപ്പെടുത്തി. കണ്ടത് ട്രെയിലർ മാത്രമെന്നും നല്ല നടപ്പില്ലെങ്കിൽ ഇനിയും പാകിസ്ഥാനെതിരെ ശക്തമായി അടിക്കുമെന്നായിരുന്നു ഭാരതം ആവർത്തിച്ച് നൽകിയ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേൽ നൽകുന്നതും ഇതേ മുന്നറിയിപ്പാണ്. ഇനിയും നിർത്തിയില്ലെങ്കിൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ തുടരുമെന്ന്. ഭീകരതയ്ക്ക് വിളനിലമാകുന്ന ഇടങ്ങളെല്ലാം തുടച്ചുമാറ്റി പുതിയൊരു ലോകക്രമം രൂപപ്പെടുന്നുവോ എന്നതാണ് ചൂടുപിടിച്ച ചർച്ച. ന്യൂസ് ഡെസ്ക്, ജനം.